ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോയിൽ കുംഭരാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. രാശിചക്രത്തിലെ 11ാമത്തെ രാശിയാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം, നിങ്ങളുടെ സ്നേഹബന്ധം ഇതെല്ലാം എങ്ങനെയെന്ന് അറിയാം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് മാസം കുംഭരാശിക്കാർക്ക് 1ാമത്തെ ഹൗസിൽ രാഹു, 2ാമത്തെ ഹൗസിൽ ശനി, 5ാമത്തെ ഹൗസിൽ ശുക്രനും വ്യാഴവും, 6ാമത്തെ ഹൗസിൽ സൂര്യനും ബുധനും, 7ാമത്തെ ഹൗസിൽ കേതുവും, 8ാമത്തെ ഹൗസിൽ ചൊവ്വയുമാണ്. അപ്പോൾ ഈ നവഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം എന്തായിരിക്കും കൊണ്ടുവരിക കാണുക. ഈ പ്രവചനം ജന്മരാശി, ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഓഗസ്റ്റ് മാസം ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ആരോഗ്യം, ഇമ്മ്യൂണിറ്റി ഒക്കെ നോക്കുന്നത് 1ാമത്തെ ഹൗസിൽ അപ്പോൾ രാഹുവാണ്. രാഹു ചന്ദ്രന്റെ കൂട്ടത്തിൽ, ചന്ദ്രന്റെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കും അത്രയ്ക്കും സുഖകരമായ ഒരു സമയമല്ല. ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് വരാനും ചുമയും ജലദോഷവും ചുമയും ഒക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ തലവേദന, മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് ഈ സമയം കുറച്ച് പ്രോബ്ലം വരുന്നതിനുള്ള സമയമാണ്. അതുപോലെ തന്നെ സംക്രമണ രോഗങ്ങൾ, അതും പിന്നെ തൊലി, സ്കിൻ സംബന്ധിച്ച പ്രോബ്ലങ്ങളൊക്കെ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മഴക്കാലം കൂടിയാണ്. എല്ലാവരും യാത്ര ചെയ്യുന്നവർ എല്ലാവരും സൂക്ഷിച്ച് ചെയ്യുക. വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർ കൂടുതലും ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ചെറുതായി തുടങ്ങുന്ന പ്രശ്നം വലുതാകാതിരിക്കാൻ ആദ്യം തന്നെ ചികിത്സ തേടുക. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയം, ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂല സമയമാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഏത് കാര്യത്തിനും ഒരു കോൺഫിഡൻസ്, എന്തെങ്കിലും ചെയ്യുന്നതിനും പുതിയ കോഴ്സുകളൊക്കെ ചേരുന്നതിനും ഒക്കെയുള്ള ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു ക്ലാരിറ്റിയും വരുന്ന സമയമാണ്. ചെറുതും വലുതുമായ യാത്രകൾക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി. സ്നേഹബന്ധം, നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംശയങ്ങൾ വരാതിരിക്കുക. ഇങ്ങനെ ഒരു സംശയം വരാൻ വളരെയേറെ സാധ്യതയുണ്ട്. എന്താണെന്നാൽ 1ാമത്തെ ഹൗസിലെ രാഹുവിൻ്റെ ദൃഷ്ടി 7ാമത്തെ ഹൗസിൽ വരുന്നത് കൊണ്ടാണ്. ഇത് ഇപ്പോൾ മാത്രമല്ല, അടുത്ത 1.5 വർഷത്തേക്ക് ഇങ്ങനത്തെ കാര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ പ്രതി അതിന് സംശയങ്ങൾ വരാതിരിക്കുക. എങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ട സമയമാണ് നിങ്ങളുടെ ലവ് റിലേഷനിൽ. ദാമ്പത്യ ജീവിതത്തിൽ രാഹുവും ചന്ദ്രനും ഫസ്റ്റ് ഹൗസിൽ അടുത്തടുത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അത്ര മിത്രങ്ങളല്ല, കുറച്ച് ശത്രുതയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിന് എല്ലാത്തിനും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സമയം. 7ാമത്തെ ഹൗസിലെ സ്വാമിയായ സൂര്യൻ നിങ്ങളുടെ 6ാമത്തെ ഹൗസിലാണ് ഓഗസ്റ്റ് ആദ്യ ഘട്ടത്തിൽ. അപ്പോൾ ഓഗസ്റ്റ് 15 ശേഷം സൂര്യൻ 7ാമത്തെ ഹൗസിൽ വരുന്നതോടുകൂടി, കേതുവിൻ്റെ കൂടെ വരുന്നതോടുകൂടി കുറച്ചൊരു മാറ്റം സംഭവിക്കാം. പക്ഷേ കേതും അവിടെയുണ്ട്. കേതു എന്ന് പറയുന്നത് മൈൻഡ്ലെസ് പ്ലാനറ്റ്, ഡിറ്റാച്ച്മെൻറ്റ്, എല്ലാത്തിനും ഒരു അസംതൃപ്തി കൊണ്ടുവരുന്നതാണ്. എന്ത് ചെയ്താലും അതിനൊരു ഒരു സംതൃപ്തി നിങ്ങളിൽ കാണുകയില്ല. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എല്ലാ രീതിയിലും നിങ്ങളെ കെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നതെങ്കിലും ഒരു അസംതൃപ്തി നിങ്ങൾ വരുന്നതായിരിക്കും. ഇതെല്ലാം സൂര്യൻ 15 ഓഗസ്റ്റിന് ശേഷം 7ാം ഹൗസിൽ വരുമ്പോൾ സിറ്റുവേഷൻ കുറച്ചൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ കെയർഫുള്ളായിട്ട് ഇരിക്കുക. ഓഗസ്റ്റ് മാസം ഭാഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യരാശിയായ ശുക്രൻ 5ാമത്തെ ഹൗസിൽ, ശുക്രൻ്റെ ദൃഷ്ടി 9ാമത്തെ ഹൗസിൽ, 11ാമത്തെ ഹൗസിൽ, 1ാമത്തെ ഹൗസിൽ. അപ്പോൾ ശുക്രനും വ്യാഴവും ഒന്നിച്ച് ഇരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഹൗസിലാണ്. ഇപ്പോൾ രണ്ടുപേരും മന്ത്രിമാർ. ഈ മാസം നിങ്ങളുടെ ഭാഗ്യം വളരെ നല്ലതായിരിക്കും. വസ്തുക്കൾ വാങ്ങിക്കുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള നല്ല സമയം.
നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഈ സമയം നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ നല്ല ഒരു സമയം തന്നെയാണ് ഓഗസ്റ്റ് മാസം. ജോലി, കരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ അത് നോക്കുന്നത് 10ാമത്തെ ഹൗസിലാണ്. 10ാമത്തെ ഹൗസിൻ്റെ സ്വാമിയായ ചൊവ്വ ഇപ്പോൾ നിങ്ങളുടെ 8ാമത്തെ ഹൗസിലാണ്. അപ്പോൾ 8ാമത്തെ ഹൗസ് അത്രയ്ക്കും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഭാവം അല്ല. നിങ്ങളിൽ കുറച്ച് മടി ഒക്കെ കൂടാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷേ ട്രാൻസ്ഫറൊക്കെ, നിങ്ങൾക്കൊരു പരിവർത്തനം വേണമെന്ന് ഒക്കെ ചിന്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. 15 ഓഗസ്റ്റിന് ശേഷം അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറി ഒരു നല്ല സമയം വരുന്നതായിരിക്കും. ഈ സമയം നിങ്ങൾക്ക് പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റ് 15 ശേഷം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ബിസിനസ്, 15 ഓഗസ്റ്റിന് ശേഷം നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല സാമ്പത്തിക നേട്ടത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകാനും നല്ല വളർച്ച ഉണ്ടാകുന്നതിനും ഒക്കെയുള്ള സമയമാണ്. നല്ല ഒരു സമയം തന്നെയായിരിക്കും ഓഗസ്റ്റ് 15 ശേഷം. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: ബുധൻ്റെ ബീജമന്ത്രം ജപിക്കുക, ചൊവ്വയുടെ ബീജമന്ത്രം, അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ഡെയിലി പാരായണം ചെയ്യുക, ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്യുക. ഇന്നത്തെ വാസ്തു ടിപ്പ്: നിങ്ങളുടെ അടുക്കള വരുന്നതിനുള്ള 2 സ്ഥാനങ്ങളാണ് ഉള്ളത്. ഒന്ന് തെക്ക് കിഴക്ക്, അത് തെക്ക് കിഴക്ക് അഗ്നികോൺ, അതാണ് 1ാമത്തെ സ്ഥാനം. 2ാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് കോർണർ, വായു കോൺ. ഈ 2 സ്ഥലവുമാണ് അടുക്കളയ്ക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ. നല്ല കോൺ, നല്ല ഫലങ്ങൾ തരുന്നതിനുള്ള കിച്ചണുകൾ. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഈ സ്ഥലത്ത് ആണോ എന്ന്, ഈ കോർണറിൽ ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. ഹരേ കൃഷ്ണ. സർവ്വം രാധാകൃഷ്ണ അർപ്പണമസ്തു.